അതായത് അഹാനയുടെ വ്ളോഗ്സിൽ അഹാനയുടെ ചിലപ്പോൾ ഓൾറെഡി മനസ്സിലൊരു സ്ക്രിപ്റ്റ് ഉണ്ടാവുമോ ഉള്ളിൽ, ഫസ്റ്റ് ഷോട്ട് ഇന്നത് എടുക്കണം അങ്ങനെ ഉണ്ടാവുമോ? കംപ്ലീറ്റ്ലി പ്രിപ്പയർ ചെയ്തിട്ടേ ചെയ്യത്തുള്ളൂ. പോളല്ലേ? അത് സിന്ധുവിൽ നിന്ന് കിട്ടിയതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ സിന്ധുവിൽ ഭയങ്കര ഒരു ഡയറക്ടർ കിടപ്പുണ്ട്. ഇവള് സ്കൂളിൽ പഠിച്ചപ്പോൾ ഒരു തമിഴ്നാട്ടിൽ ഊട്ടിയിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ സിന്ധുവും ഹസീനയും സുലുവും ഇവരാണ് 3 കൂട്ടുകാർ. അപ്പോൾ അവർ സ്ഥിരം അഭിനയിക്കലും, അന്ന് ക്യാമറയൊന്നുമില്ല. സ്കൂളിനകത്തെ ടൈം പാസിൽ സുലുവാണ് നായിക, ഹസീന പ്രൊഡ്യൂസർ, സിന്ധുവാണ് നായികയും ഡയറക്ഷൻ. അപ്പോൾ സിന്ധുവിന് എപ്പോഴും ഇപ്പോൾ സിന്ധുവിൻ്റെ വ്ളോഗ് വലിയ സംഭവങ്ങളൊന്നും ആയിരിക്കില്ല, നല്ല രീതിയിൽ നറേറ്റ് ചെയ്യാൻ അറിയാം, ആ കഥ പറഞ്ഞു പോകാൻ ഒരു കഴിവുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം അഹാനയിൽ കിട്ടി. അപ്പോൾ പലരും പറഞ്ഞു കൃഷ്ണകുമാർ സിനിമാ രംഗത്തുണ്ടായിരുന്നുണ്ട്. ഞാനങ്ങനെ വലിയൊരു കലാകാരനല്ല, ബൈ ആക്സിഡൻറ്റ് വന്ന് ഈ മേഖലയിലൊന്ന് ശോഭിച്ചതാണ്. ആക്ച്വലി സിന്ധു ആയിരുന്നു എൻ്റെ മുമ്പ് വല്ല സിനിമയിൽ വല്ല വന്നിരുന്നു, അവിടെ രക്ഷപ്പെട്ടു പോയതിന്. ഓക്കെ. ഇപ്പം ഇഷാനിയുടെ പുതിയ സിനിമ വരികയാണല്ലോ, കാളിദാസ് ജയറാമിൻ്റെ കൂടെ. അപ്പോൾ നേരത്തെ ജയറാമേട്ടനും ചേട്ടനും കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങളുടെ മക്കൾ ഒന്നിച്ചു വരുവാണ്, അടുത്ത ജനറേഷൻ വരികയാണ്. അപ്പോൾ ഈ ഒരു അതായത് ഇങ്ങനൊരു സിനിമയിലേക്ക് വിളിച്ചു, കാളിദാസ് ആണ് ഓപ്പോസിറ്റ് വരുന്നത് എന്നൊക്കെ അറിഞ്ഞപ്പോൾ എന്തായിരുന്നു ചേട്ടൻ്റെ ഒരു റിയാക്ഷൻ? ഞാൻ വലിയ എക്സൈറ്റഡ് ആവുന്ന ഒരാളല്ല, എങ്കിലും സ്വാഭാവികമായിട്ടും ജയറാമേട്ടൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് ഇതുപോലെ 1 സിനിമയിൽ ശ്രീ മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ കൂടെയും ഇഷാനി അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനേക്കാൾ എനിക്ക് ത്രില്ലിങ് അതിനകത്ത് തോന്നാൻ കാര്യം, എൻ്റെ അച്ഛൻ നേരത്തെ മരണപ്പെട്ടു പോയ ആൾ, അച്ഛൻ അല്പം സിനിമ കമ്പം ഉണ്ടായിരുന്ന ആൾ, കുറേ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ പണ്ട് ഒരവസരം കിട്ടി മമ്മൂട്ടിയുടെ കൂടെ അഭിനയിക്കാൻ. അത് GS വിജയൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പടമാണ്, ചരിത്രം എന്നാണ് സിനിമയുടെ പേര്. 2 സീനുണ്ട്, ഡയലോഗൊക്കെ ഉള്ളതാണ്. അത് കഴിഞ്ഞ് എനിക്ക് മമ്മൂട്ടിയോട് അഭിനയിക്കാൻ അവസരം കിട്ടി. അത് കഴിഞ്ഞ് ഇഷാനിക്കും കിട്ടി. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ഞങ്ങളുടെ ഭാഗ്യത്തിനേക്കാൾ ആ മനുഷ്യൻ്റെ ഒരു യോഗം വേറൊന്നുമില്ല, ഞങ്ങളോട് അഭിനയിക്കുന്നില്ല. അന്നും അതായത് അച്ഛൻ്റെ കൂടെ അഭിനയിച്ചപ്പോഴും എൻ്റെ കൂടെ എനിക്ക് അഭിനയിക്കാൻ കഴിഞ്ഞപ്പോഴും എൻ്റെ മകൾ അഭിനയിച്ചപ്പോഴും ഇദ്ദേഹം അതേപോലെ ചെറുപ്പമായിട്ടിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയ ചിലപ്പോൾ സമയം കൊള്ളാമെങ്കിൽ നാളെ ഓമിക്കൊരു അവസരം കിട്ടുമെന്ന് തന്നെ. അസാമാന്യ അനുഗ്രഹീതനായൊരു മനുഷ്യനാണ് മമ്മൂട്ടി. ഇത്രയും കാലം ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കുക, സൗന്ദര്യം, ശരീര സൗന്ദര്യവും ശബ്ദ സൗന്ദര്യവും എല്ലാം നിലനിർത്താൻ കഴിയുക. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ചോദിച്ച ചോദ്യം സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ ഞാനൊക്കെ അങ്ങനെ വലിയ ഹീറോ വേഷം ചെയ്ത ഒരാളല്ലോ സിനിമയിൽ. അപ്പം നമ്മൾ അഭിനയിക്കുമ്പോൾ ഹീറോ വേഷം ചെയ്ത് ജയറാം അദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെ, അദ്ദേഹത്തിൻ്റെ മകൻ്റെ കൂടെയൊക്കെ എൻ്റെ മകൾക്കും അവസരം കിട്ടുമ്പോൾ എക്സൈറ്റഡ് അല്ല, പക്ഷേ ഡെഫിനറ്റ്ലി അതൊരു നമുക്ക് സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഇനി രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മക്കൾക്കൊക്കെ രാഷ്ട്രീയ താല്പര്യമുണ്ടോ? ബേസിക്കലി രാഷ്ട്രീയം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ എല്ലാവർക്കും താല്പര്യമുണ്ട്. അതായത് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടൊരു പ്രവൃത്തി മാത്രം. അതിൽ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ഓരോരുത്തർക്ക് ചേരാം, അത് അവരവരുടെ വിശ്വാസം അനുസരിച്ച്. അപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത് ശ്രീനിധി ആയിക്കോട്ടെ, ഇവിടെ നിൽക്കുന്ന ക്യാമറയുടെ ബിഹൈൻഡ് നിൽക്കുന്ന 2 പേരായിക്കോട്ടെ, എല്ലാവർക്കും രാഷ്ട്രീയത്തിൽ താല്പര്യം ഉണ്ടാവണം. പിന്നെ രാഷ്ട്ര നിർമ്മാണത്തിന് നമ്മുടെ ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻ വേണം. അതിപ്പോൾ ഒരാൾക്ക് കോൺഗ്രസിനോടായിരിക്കും ഇഷ്ടം, ഒരാൾക്ക് BJP ആയിരിക്കും, ഒരാൾ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും, ഒരു മറ്റൊരു പാർട്ടി. ഏത് പാർട്ടിയിലാണെങ്കിൽ പോലും അത് രാജ്യത്തിൻ്റെ നന്മയ്ക്കാണെങ്കിൽ അതിന് ഒരു കുഴപ്പമില്ല. ഞാൻ വിശ്വസിക്കുന്ന പാർട്ടി BJP ആയതുകൊണ്ട് എൻ്റെ മക്കൾക്ക് അതിനോട് തന്നെ ഇഷ്ടം വരണമെന്നില്ല. ഞാൻ നിർബന്ധിച്ചിട്ടില്ല, അവരാരും പാർട്ടിയിൽ അംഗത്വം എടുത്തിട്ടില്ല. സ്വാഭാവികമായിട്ടും ഞാൻ ഇലക്ഷൻ നിൽക്കുമ്പോൾ അവിടെ പാർട്ടി എന്നതിനേക്കാൾ അവരച്ഛനെ ജയിപ്പിക്കണം, അച്ഛൻ ജയിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്, അവർ വരും. സ്വാഭാവികമായിട്ടും അതിനെ പലരും രാഷ്ട്രീയ ഒരു പാർട്ടിയുമായി ബന്ധപ്പെട്ട് കാണാറുണ്ട്. അവർക്കങ്ങനെ ഇന്ന പാർട്ടിയോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല, എന്ന് വെച്ച് BJPയുടെ ഇഷ്ടക്കുറവുമില്ല. ഓക്കെ. ഈ പൊളിറ്റിക്കൽ ലിറ്ററസി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ആ ഒരു യങ് ജനറേഷന് ശരിക്കും വേണ്ടുന്ന ഒരു കാര്യമല്ലേ? എന്നാൽ മാത്രമല്ലേ നമുക്ക് ചുറ്റിനും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ കറപ്ഷൻ വരാതിരിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു അവബോധം ഉണ്ടാവാൻ പൊളിറ്റിക്കൽ ലിറ്ററസി ആവശ്യമല്ലേ ഇപ്പോഴത്തെ യൂത്തിൻ്റെ ഇടയ്ക്ക്? നിർബന്ധമായും അതിനുവേണ്ടി ചെറുപ്പക്കാർ കുറച്ച് സമയം ചിലവാക്കണം തന്നെയാണ്. കാരണം സ്വാഭാവികമായിട്ട് ചെറുപ്പക്കാർ പലപ്പോഴും അവരുമായിട്ട് കൂടുമ്പോൾ ചോദിക്കുന്നത്, അങ്കിൾ ഞങ്ങളൊക്കെ എന്തിനാണ് വോട്ട് ചെയ്യുന്നത്, എന്ത് പ്രയോജനം ഞങ്ങൾക്ക് കിട്ടുന്നത്? അപ്പോൾ ആ ചോദ്യത്തിൽ അർത്ഥങ്ങളുണ്ട്, അതിനകത്ത് കുറേ ശരികളുമുണ്ട്. പക്ഷെ എങ്കിൽ പോലും യുവാക്കൾ എന്ന് പറയുന്നവർ കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്യണം. കാരണം ഒരു രാജ്യത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത് 57 വയസ്സുകാരനായ എന്നിലല്ല, ചെറുപ്പക്കാരിലാണ്. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്തു കൊടുത്താലും അവരുടെ ഇൻവോൾവ്മെൻറ്റ് കൂടണം. നേരിട്ട് വന്ന് പാർട്ടി പ്രവർത്തിക്കണം എന്നല്ല,
അറിഞ്ഞിരിക്കണം നമ്മുടെ രാജ്യത്ത് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത്, മറ്റ് ലോകരാജ്യങ്ങൾ എന്തൊക്കെ സംഭവിക്കുന്നു, നമുക്കിതിനകത്ത് എവിടെയൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഇത് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. എന്ന് വെച്ച് ഞാൻ വാശി പിടിക്കുകയല്ല, നിങ്ങൾ അറിഞ്ഞില്ല, അങ്ങനെയാണ്. അറിഞ്ഞിരിക്കുന്നത് നല്ലത് തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നാളെ ഒരു സമയത്ത് പല പ്രശ്നങ്ങൾ വരുമ്പോൾ എനിക്കറിയില്ലായിരുന്നു എന്ന് പറയുന്നത്. അറിഞ്ഞിരിക്കണം. അറിഞ്ഞു, ചെയ്തു, നടന്നില്ല. അതുകൊണ്ട് യുവാക്കൾക്ക് വലിയൊരു റോളുണ്ട്. കാരണം ഫ്യൂച്ചർ എന്ന് പറയുന്നത്, രാജ്യത്തിൻ്റെ ഫ്യൂച്ചർ ആരാണ്? നിങ്ങളാണ്, നിങ്ങളുടെ ഗ്രൂപ്പാണ്. ഇപ്പോൾ എൻ്റെ മക്കളെത്തൊക്കെ ഞാൻ എല്ലാം നിർബന്ധമായി അവിടെ നിന്ന് ചില കാര്യങ്ങൾ ഒച്ചത്തിൽ സംസാരിക്കണം. അവരറിഞ്ഞിരിക്കണം, ജിയോ പൊളിറ്റിക്സ് അറിഞ്ഞിരിക്കണം, നമ്മുടെ ലോക്കലി സംഭവങ്ങൾ അറിഞ്ഞിരിക്കണം. എപ്പോഴും ചെറുപ്പക്കാർ കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്യണം. അത് തർക്കത്തിലോട്ട് പോകരുത്, വയലൻസിലോട്ട് പോകരുത്. കാരണം വയലൻസ് ഒന്നിനൊരു മറുപടിയല്ല. ഹെൽത്തി ആയിട്ടുള്ള ഡിസ്കഷൻസിൽ പങ്കെടുക്കണം ചെറുപ്പക്കാർ. നമ്മളിങ്ങനെ കേട്ടു വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്ന്, ആണോ? സ്വാഭാവികമായിട്ടും ഞാനിവിടെ 25 കൊല്ലമായിട്ട് ജീവിക്കുന്ന ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഓഫീസും വട്ടിയൂർക്കാവ് മണ്ഡലത്തിനകത്ത്. അപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ ഇത്രയും കാലം ഇവിടെ ജീവിക്കുമ്പോൾ ബന്ധങ്ങൾ നമുക്ക് ധാരാളം ഉണ്ടാവും. ഇപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ പാർട്ടിയുടെ വോട്ട് അവിടെ ഉണ്ട്. ആ വോട്ടിന് പുറമെ ഒരു വ്യക്തിക്ക് രാഷ്ട്രീയത്തിന് അതീതമായി എത്ര വോട്ട് കൊണ്ടുവരാൻ പറ്റും, അതെപ്പോഴും വിജയിക്കുന്നതിൻ്റെ ഒരു ഘടകമായി മാറുന്നത് എപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമ്മൾ പല മണ്ഡലങ്ങൾ നോക്കുക, നാച്ചുറൽ കാൻഡിഡേറ്റ്സ് എന്ന് പറയും. ഇപ്പോൾ നമ്മൾ നിയമം എന്ന് പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയും. ഇപ്പോൾ കഴക്കൂട്ടെന്ന് പറയുമ്പോഴത്തേക്ക് BJP നിന്ന് വി മുരളീധരൻ്റെ പേര് വരും. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരെല്ലാം അവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത്. എൻ്റെ പ്രവർത്തന മണ്ഡലം വട്ടിയൂർക്കാവായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ പേര് ഉയർന്നു വരും. നമ്മുടെ ഇഷ്ടം, എനിക്കിവിടെ മത്സരിക്കാൻ താല്പര്യമുണ്ടെന്നുള്ള എൻ്റെ താല്പര്യം പാർട്ടിയെ അറിയിക്കും. ഇതൊക്കെ പറഞ്ഞാലും പാർട്ടിക്കൊരു ഘടനയുണ്ട്, രീതിയുണ്ട്. പാർട്ടി തീരുമാനിക്കും ആര് എവിടെ മത്സരിക്കണം. അത് അനുസരിക്കുക എന്നുള്ളതാണ് ഒരു സാധാരണ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എൻ്റെ ആഗ്രഹവും. മത്സരിക്കുന്നുണ്ടോ വട്ടിയൂർക്കാവിൽ? അതെ, പാർട്ടി വട്ടിയൂർക്കാവ് മത്സരിക്കും പറഞ്ഞാൽ തീർച്ചയായിട്ടും ഏറ്റവും സന്തുഷ്ടനായ വ്യക്തി ഞാനായിരിക്കുമല്ലോ. കാരണം നമ്മൾ ഏറ്റവും വർക്ക് ചെയ്ത് പരിചയമുള്ള നമുക്ക്, ഇപ്പോൾ ഞാൻ ഇതിന് മുമ്പ് പാർട്ടി എൻ്റെ അടുത്ത് സെൻട്രലിൽ മത്സരിക്കാൻ പറഞ്ഞു. എനിക്ക് വലിയ ഗ്രിപ്പുള്ള സ്ഥലമല്ല, പക്ഷേ പാർട്ടി പറഞ്ഞു, ഞാൻ അവിടെ മത്സരിച്ചു, തോറ്റു. അത് കഴിഞ്ഞപ്പോൾ ഒരു ബന്ധവുമില്ലാത്ത കൊല്ലത്ത് പോയി മത്സരിക്കാൻ പറഞ്ഞു, അപ്പോഴും മത്സരിച്ചു. പക്ഷെ തോറ്റെങ്കിലും നമുക്ക് വോട്ട് കൂട്ടാൻ പറ്റി 2 മണ്ഡലങ്ങളിലും 2 ഇലക്ഷനിലും. അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പോൾ നമുക്ക് പാർട്ടി എടുത്ത് പറയാം, പാർട്ടി പറഞ്ഞ 2 സ്ഥലത്ത് ഞാൻ മത്സരിച്ചു, ഇനി എൻ്റെ ഒരു ആഗ്രഹം വട്ടിയൂർക്കാവിൽ മത്സരിക്കാനാണ്. തന്നാൽ സന്തോഷപൂർവ്വം സ്വീകരിക്കും. ഓക്കെ. ഇപ്പം രാഷ്ട്രീയത്തിൽ നമ്മൾ കണ്ടുവരുന്ന, കുറച്ച് കാലങ്ങളായിട്ട് കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ്, ഇപ്പോൾ കോൺഗ്രസ്സിലാണെങ്കിലും ലെഫ്റ്റിലാണെങ്കിലും ഇടതുപക്ഷത്താണെങ്കിലും BJPയിലാണെങ്കിലും സെലിബ്രിറ്റീസ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുക എന്നുള്ളത്. അപ്പോൾ അതിനോടുള്ള ചേട്ടൻ്റെ ഒരു ടേക്ക് എന്താ? അത് പണ്ട് കാലം തൊട്ടേ നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരു കാലത്ത് നമുക്കറിയാം, രാജേഷ് ഖന്ന, രാജ് ബബ്ബർ, ഇങ്ങനെ പലരും പാർട്ടിയിൽ വന്നു. സൗത്ത് ഇന്ത്യയിലായിരുന്നു അത് കൂടുതലായി നമ്മൾ കണ്ടിരുന്നത്. പണ്ട് നോർത്തിൽ അമിതാഭ് ബച്ചൻ വന്നു, അതിനുശേഷം ഹേമമാലിനി വന്നു, പലരും വന്നെങ്കിലും സൗത്തിൽ പ്രത്യേകിച്ച് ഇപ്പോൾ NTR ആന്ധ്രയുടെ മുഖ്യമന്ത്രിയായിരുന്നു, സിനിമയിൽ നിന്ന് വന്നതാണ്. NT രാമറാവു, അത് കഴിഞ്ഞ് MGR, അത് കഴിഞ്ഞ് ജയലളിത. ഇത് സൗത്തിൻ്റെ ട്രെൻഡായിരുന്നു. പിന്നീട് വളരെ കാലം കഴിഞ്ഞാണ് കേരള രാഷ്ട്രീയത്തിൽ അത് പരീക്ഷിച്ച് നോക്കിയത്. അതിലേറ്റവും സക്സസ്ഫുൾ ആയിട്ട് വന്നത് KB ഗണേഷ് കുമാറായിരുന്നു. കാരണം അതിൽ പല കാരണങ്ങളുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ സമുന്നതനായ രാഷ്ട്രീയ നേതാവായിരുന്നു, അവർക്ക് സ്വന്തമായ പാർട്ടിയുണ്ട്, ഇപ്പോൾ അദ്ദേഹം മന്ത്രിയായിട്ടിരിക്കുന്നു. അപ്പോൾ അതിന് ശേഷം പിന്നീട് അത് സക്സസ്ഫുള്ളായി കണ്ടത് ശ്രീ സുരേഷ് ഗോപിയിലായിരുന്നു. കാരണം BJPക്ക് ഒരു ചരിത്ര വിജയം സമ്മാനിച്ച ആദ്യത്തെ ലോക്സഭാ സ്ഥാനാർത്ഥിയായിട്ട് വന്നത് ശ്രീ സുരേഷ് ഗോപിയാണ്. അപ്പോൾ ആ ഇടക്കാലത്താണ് ഞാനും പാർട്ടിയിലോട്ട് വരുന്നത്. പക്ഷേ ഇതൊക്കെയാണെങ്കിൽ പോലും ഒരു സിനിമാ നടൻ എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് വോട്ട് നേടാമെന്ന് വിചാരിക്കേണ്ട, അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി എന്ന് പറഞ്ഞ്. കേരളത്തിൻ്റെ പ്രത്യേകിച്ച് ഇവിടെ വന്ന് ജോലി കൂടെ എടുക്കണം. നമ്മൾ താഴെ തട്ടിൽ, അതായത് നമ്മൾ ഗ്രാസ് റൂട്ട് എന്ന് പറയും, അതായത് ബൂത്ത് ലെവൽ, ഏരിയ, മണ്ഡലം, ഇവിടെ ശരിയായ രീതിയിൽ വർക്ക് കൂടി ചെയ്താൽ ചിലപ്പോൾ ഈ സെലിബ്രിറ്റി സ്റ്റേറ്റസ് നിങ്ങളെ സഹായിക്കും. അല്ലാതെ ഒരു ദിവസം രാവിലെ വന്ന് ഞാൻ സ്ക്രീനിൽ നിന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല.